Good afternoon. Myself, I am Mohammad Basim. I am a student architect and also photographer. So, ഒരു മാസ്റ്റർ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 3-hour 4-hour സെഷൻ ഒരു 30 മിനിറ്റ്സ് കംപ്രസ് ചെയ്ത് പറയുന്ന ഒരു എക്സ്ട്രീം, നമ്മൾ അതിൻ്റെ എസെൻസ് മാത്രം പറയുന്ന ഒരു ക്ലാസ്സാണ്. സോ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും ഇവിടെ, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറേ എസെൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. സോ നമുക്ക് പോവാം. ഇതിൽ കവർ പേജ് കൊടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൊടൈക്കനാലിലൊരു ജേണി, ആ യാത്രേൻ്റെ ഇടയിൽ കണ്ടുവച്ചൊരു വിഷനാണ്. അപ്പോൾ ആ വിഷൻ്റെ അടിയിൽ നിന്ന് പകർത്തിയ ഒരു പിക്ചറാണ് കവർ പേജായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ആദ്യമായിട്ട് പറയാനുള്ള കാര്യം, ഇതിൽ കൊടുത്ത ഓരോ ഫോട്ടോഗ്രാഫ്സും ഞാൻ പകർത്തിയ എൻ്റെ സ്വന്തം ഫോട്ടോഗ്രാഫ്സാണ്. സോ ഓരോ എക്സാമ്പിൾസ് ആയിട്ട് സ്വന്തം ഫോട്ടോസ് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും അതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും. ആസ് വെൽ ആസ് അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ, അതെന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ കഴിയും. സോ ഇതിലെല്ലാ എക്സാമ്പിൾസും എൻ്റെ സ്വന്തം ഫോട്ടോഗ്രാഫ്സാണ്. നമ്മൾ ആ പേര് പറഞ്ഞ പോലെ തന്നെ ബിഹൈൻഡ് ദ ഫ്രെയിംസ്, നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ഒരു വലിയൊരു എമൗണ്ട് ഓഫ് പീപ്പിൾസിന് നമ്മൾ ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർ ക്യാപ്ചർ ചെയ്യുന്ന, അവർ എടുക്കുന്ന ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജസ്റ്റ് എ ഫ്രെയിമാണ്. ബട്ട് ആ ഫ്രെയിം ബ്യൂട്ടിഫുൾ ആക്കുന്നത് ആ ഫ്രെയിമിൻ്റെ ബിഹൈൻഡ് ദ ഫ്രെയിംസ്, ആ ഫ്രെയിമിൻ്റെ പിന്നിലുള്ള കുറേ വർക്ക്സ് ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇതിൽ ഓരോ കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് റൈസ് യുവർ ഹാൻഡ്സ്, ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. സോ ലെറ്റ്സ് ഗോ. നമ്മൾ ഈ ഒരു 30 മിനിറ്റ്സിൽ ഇവിടെ കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ദ കോർ എസെൻസ് ഓഫ് എ ഫോട്ടോഗ്രാഫ്. നമ്മൾ എത്ര നല്ല ഫോട്ടോഗ്രാഫ്സ് എടുത്താലും, എത്ര അവാർഡ് വിന്നിങ് ആയിട്ടുള്ള ഫോട്ടോസ് എടുത്താലും അതിൻ്റെയൊക്കെ കോറായിട്ടുള്ള ഒരു എസെൻസ് ഉണ്ട്. നമ്മൾ ഈ മാസ്റ്റർ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന എല്ലാവർക്കും ആ കോറായിട്ടുള്ള പോയിന്റ്സ് എന്താണെന്നുള്ളത് 100% ക്ലിയർ ആയിട്ട് ഇവിടുന്ന് പോവാം. സോ അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോയിന്റ്സ്, ആർട്ട് ഓഫ് എ ഗുഡ് ഫോട്ടോഗ്രാഫ്. എല്ലാത്തിനും അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ടച്ച് വരുമ്പോഴേ നമുക്കതൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. നമ്മുടെ വ്യൂവേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും അതിലൊരു ആർട്ടിസ്റ്റിക് ടച്ച് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഐ ക്യാച്ചിങ് ആവും. അവാർഡ് വിന്നിങ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിലൊരുപാട് ആർട്ടിൻ്റെ എലമെന്റ്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതെന്താണെന്ന് പറഞ്ഞുതരാം. ദെൻ എസെൻസ് ഓഫ് ഫ്രെയിമിങ്. ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ കാണുന്നൊരു 360 വേൾഡ്, ആ വേൾഡിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്പേസ്, ആ സ്പേസിൽ നമ്മളുടെ വ്യൂവേഴ്സിന് വേണ്ടി കൊടുക്കുന്ന ദാറ്റ് എ സിംഗിൾ പീസ് ഓഫ് ഫ്രെയിം. ഒരു 360 വേൾഡിൽ നിന്ന് നമ്മളെടുക്കുന്ന ഒരു പീസ് ഓഫ് സ്ക്രീൻഷോട്ടാണ് ആക്ച്വലി എല്ലാ ഫോട്ടോയും. ആ ഫോട്ടോ ഏറ്റവും നല്ല പ്രസൻറ്റബിൾ ആക്കുക, ആ ഫോട്ടോയിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്നുള്ളത് എല്ലാവരുടെയും കടമയാണ്. നമ്മളെല്ലാ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു എയിം എന്താണ്? സ്റ്റോറി ടെല്ലിങ്. നമ്മൾ പറയുന്ന കഥകൾ ആളുകൾ കേൾക്കണം. നമ്മൾ ആക്ച്വലി കൊടുക്കുന്ന ഓരോ ഫോട്ടോയും ഓരോ പ്ലേ ബട്ടൺസാണ്. നമ്മളൊരു വ്യൂവറെ കയ്യിൽ അത് എത്തുമ്പോൾ അവർക്കതൊരു പ്ലേ ബട്ടണായിട്ട് ഫീൽ ചെയ്യണം. അവർ അതിൻ്റെ പിന്നിലുള്ള വീഡിയോ അവർ ഇമാജിൻ ചെയ്യണം. അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി എന്താണ് അവർ ക്യാപ്ചർ ചെയ്യണം. സോ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് ആവും വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് നമ്മളെ റെസ്പോണ്ട് ചെയ്യാം. സോ അടുത്തതായിട്ട് തേർഡ് പോയിന്റ് വരുന്നത് ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി പറയാം. ദെൻ ഫോർത്ത് വരുന്നത് എമർജിങ് ടെക്നോളജീസ്. ടെക്നോളജീൻ്റെ അഡ്വാൻസ്മെൻറ്റ് കാരണം ഫോട്ടോഗ്രാഫിയിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കുറേ പുതിയ കാര്യങ്ങളായിട്ടും കുറേ എക്സ്പീരിയൻസസ് ആയിട്ടും ഒരു വലിയൊരു ഡിഫറൻസ് തന്നെ വന്നിട്ടുണ്ട്. അത് നമുക്ക് പരിചയപ്പെടാം. പിന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു പ്രോ ആയിട്ടുള്ള ഒരു 6 ടിപ്സ്. അത് ഓരോ ഫോട്ടോഗ്രാഫേഴ്സിനും ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളുടെ ഒരു 7 year 8 year എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഒരു കോറായിട്ട് നമുക്ക് ഒരു നല്ല ഫോട്ടോ കിട്ടുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള റീസൺ, ഇതുകൊണ്ടാണ് ഈ ഫോട്ടോ ഇത്ര ഭംഗിയായതെന്നുള്ള റീസൺ, അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ദെൻ ലാസ്റ്റ് വിഷ്വൽ ഗാലറി. അതിൽ ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ഫോട്ടോഗ്രാഫ്സ് കൊടുക്കാം. ഇതിലെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫ്സാണ്. നിങ്ങളെല്ലാവരുടെയും പോലെ തന്നെ സ്വന്തം ഫോട്ടോസ്, നമ്മളെടുത്ത ഫോട്ടോസിനെ അത്രയും നമ്മളുടെ ഒരു പ്രൊഡക്റ്റായിട്ട് കാണുന്ന ആൾ തന്നെയാണ് ഞാൻ. അത്രയും അതിൽ ഇഷ്ടമുണ്ട്. സോ ഇതിലെല്ലാ എക്സാമ്പിൾസിൻ്റെ ഫോട്ടോസ് തന്നെയാണ്. ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആർട്ട് ഓഫ് എ ഗുഡ് ഫോട്ടോഗ്രാഫ്. നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഈ ആർട്ട് ഓഫ് എ ഗുഡ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുമ്പോൾ ആദ്യം വരേണ്ട 3 letters ആണ് A, B and C. ഏതൊരു ഫോട്ടോ എടുത്താലും അതിൻ്റെ
ഹേർട്ടായിട്ട് കിടക്കുന്ന ഈ ഒരു 3 പോർഷൻസാണ് ആക്ച്വലി ആ ഒരു ഫോട്ടോഗ്രാഫിനെ അത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഏതൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സും എല്ലാവരും യൂസ് ചെയ്യുന്ന റൂളാണ് ABC. ഏന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്തെറ്റിക്സ്. ഏതൊരു ഫോട്ടോൻ്റെയും എസ്തെറ്റിക്സ് ആണ് ആ ഫോട്ടോനെ വിഷ്വൽ ക്യാച്ചിങ് ആക്കുന്നത്. നമ്മൾ എത്ര നല്ല ഫോട്ടോ എടുത്തിട്ടും കാര്യമില്ല, അതിലൊരു എസ്തെറ്റിക് എലമെന്റ് ഉണ്ടെങ്കിൽ ആൾക്കാർ അത് കാണില്ല, അല്ലെങ്കിൽ നമ്മൾ അവിടെ പറയുന്ന സ്റ്റോറി എന്താണ് പ്രോപ്പറായിട്ട് കൺവേ ആവില്ല. രണ്ടാമത്തെ കാര്യം ബാലൻസ്. ബാലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബാലൻസ്? ഈക്വൽ ആയിട്ട് 2 സൈഡ്, അത് എന്തിൻ്റെ ആവാം. നമ്മളിപ്പോൾ ഒരു ഫ്രെയിം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ 2 സൈഡ്സ് ഈക്വൽ ആവുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ എൻ്റെ കയ്യിൽ മൈക്ക ഇല്ലാന്ന് ഇമാജിൻ ചെയ്യും, ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ സെൻറ്ററിലൂടെ ഒരു ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബാലൻസ്ഡ് അല്ലേ, ഈ സൈഡ് ബാലൻസ്ഡ് അല്ലേ. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്ത ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്താലും ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്താലും അതിൻ്റെ എല്ലാ പോർഷനും ബാലൻസ്ഡാ. ആ ഫോട്ടോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? അത് ആക്ച്വലി എടുത്തത് രാജസ്ഥാനിൽ എടുത്ത ഫോട്ടോ ആണ്. ആ ഒരു കോർട്ട്യാർഡാണ്, ഒരു ഫോർട്ടിന്റെ കോർട്ട്യാർഡാണ്. ആ ഫോട്ടോ എങ്ങനെ എടുത്തിട്ടുണ്ടാവുക? നമ്മൾ നല്ലൊരു മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവിടെ ആൾക്കാരൊക്കെ ഒഴിഞ്ഞ സമയത്ത് ക്യാമറ കൊണ്ടുപോയിട്ട് താഴെ വെച്ചിട്ട് ഞാൻ മാറി നിന്നിട്ടാണ് ആക്ച്വലി ഈ ഫ്രെയിം എടുക്കുന്നത്. ഈ ഫ്രെയിം എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഫ്രെയിം, പക്ഷെ അത് എവിടെ കിടക്കുന്നത്? മുകളിലാണ് ഫ്രെയിം കിടക്കുന്നതെങ്കിലും നമ്മളത് ക്യാപ്ചർ ചെയ്ത് നമ്മളുടെ ഒരു ആർട്ടിസ്റ്റിക് എലമെന്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിനെടുക്കുന്ന റിസ്ക്കും എഫേർട്ടും ആക്ച്വലി ഫോട്ടോഗ്രാഫിന്റെ എസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിൽ തേർഡ് പോയിന്റ് എന്നുള്ളത് കണ്ടന്റ്. ഏതൊരു ഫോട്ടോക്ക് ഒരു കണ്ടന്റ് വേണം. കണ്ടന്റ് ഉണ്ടെങ്കിലേ ആ ഫോട്ടോ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുള്ളൂ. ഒന്നുമില്ലാതെ ജസ്റ്റ് ഒരു ഇമേജ് ഇടുന്നതിന് പകരം ഒരു കണ്ടന്റ്, എന്തെങ്കിലും സംതിങ് കണ്ടന്റ്. ഈ ഫോട്ടോ എടുത്തത് രാജസ്ഥാനിൽ എടുത്ത ഫോട്ടോ ആണ്. ആ ഫോട്ടോയിൽ ഒരു പ്രായമായ ഒരാൾ, അയാൾ വന്നിട്ട് ഒരു ലേക്കിന്റെ തീരത്ത് ഒരു മന്ദിറിന്റെ തണലത്ത് അവിടെ ഒരു മരത്തിന്റെ ചുവട്ടിൽ അവർ തിണ്ണയിൽ ഇരിക്കുകയാണ്. അയാൾ ഇരുന്നിട്ട് എന്താ ചെയ്യുന്നത്? അയാളുടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചാൽ അറിയാം അയാളുടെ കയ്യിലൊരു വടിയുണ്ട് പിന്നിൽ. അപ്പോൾ ഇതിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഏരിയയിലുള്ള ഒരു കൾച്ചർ ആൻഡ് നമ്മളൊരു പ്രായ ആൾ എന്നുള്ള നിലയ്ക്ക് അയാളുടെ ഒരു സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പീസിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഓരോ പുഴയായാലും വലിയ വലിയ കാടായാലും നമ്മൾ പോയിരിക്കാറില്ലേ? ആ ഒരു മൊമെന്റ് ഇവിടെ ഇയാൾ ക്രിയേറ്റ് ചെയ്തതിൽ അതിന്റെ കണ്ടന്റ് ആയിട്ട് നമ്മൾ കൊടുത്തത് ആക്ച്വലി ആ ഒരു കൾച്ചറും അവരുടെ ഒരു ബിഹേവിയറുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 ഫോട്ടോ, ഇത് 3ലും മേ ബി 3 എലമെന്റ്സ് ഉണ്ടാവും. ഞാൻ ഏറ്റവും നിങ്ങൾക്ക് ക്യാച്ച് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ A for aesthetics, B for balance, C for content. നമ്മൾ ഏതൊരു ഫോട്ടോ എടുക്കുമ്പോഴും അതിലൊരു കഥ ഉണ്ടാവണം. ആ കഥയ്ക്ക് എന്ത് വേണം? കുറേ കഥാപാത്രങ്ങൾ വേണം. നമ്മളുടെ ഓരോ യാത്രയിലും നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ കഥാപാത്രങ്ങളെയും എന്താക്കണം? നമ്മൾ നല്ലൊരു ഫ്രെയിമിലേക്ക് ഒതുക്കണം. അതിന് നല്ലൊരു സ്റ്റോറി വേണം. കാണുന്ന എല്ലാ കാഴ്ചകളും പകർത്തുന്നതുകൊണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്, ഈ 360 ഡിഗ്രി വേൾഡിൽ അതിൽ നമ്മൾ കാണുന്ന സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഒരു സ്ക്വയർ പീസ്, ആ പീസ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആവണമെങ്കിൽ അതിൽ നമ്മൾ എസ്തെറ്റിക്സ് കീപ്പ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ ആ 3 ABCയിൽ A, B and C, അതിൽ എസ്തെറ്റിക് നമുക്ക് ഒരു എസ്തെറ്റിക്സ് അപ്രോച്ച് ഒരു ഫോട്ടോയിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബേസിക് ആയിട്ടുള്ള കാര്യം അതിൽ ഹാർമണി വേണം. എന്താണ് ഹാർമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ഹോൾ ടുഗദർ, കുറേ കാര്യങ്ങൾ കൂടി ചേർന്ന് വെക്കുമ്പോൾ അതിന് വരുന്ന ഒരു ഭംഗിയുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറേ ചില്ലകളുണ്ട്, കുറേ ഇലകളുണ്ട്, അത് നിൽക്കുന്ന പ്ലേസ് ഉണ്ട്. അതൊക്കെ കൂടി ചേരുമ്പോഴാണ് ആ മരത്തിന് എന്ത് വരുള്ളൂ? അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു ഹാർമണി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അത് എന്തൊക്കെയാവാം? ഹാർമണി ഇൻ കളേഴ്സ്, ഹാർമണി ഇൻ ഇമോഷൻസ് ആൻഡ് ഹാർമണി ഇൻ എലമെന്റ്സ്. ഇതിൽ ഏത് പോയിന്റ്സിലായാലും നമ്മളൊരു ഹാർമണി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത് രാജസ്ഥാൻ ഫോർട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. ഇവിടെ 5 സ്ത്രീകൾ, അവർ ആഭരണങ്ങൾ വിൽക്കുന്ന സ്ത്രീകളാണ്. അപ്പോൾ ഈ ഫോട്ടോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ ഫോട്ടോ ബാലൻസ്ഡ് അല്ലേ? ഉണ്ടോ? ബാലൻസ് ഉണ്ടോ? എവിടെയാണ് ബാലൻസ് പോയിട്ടുള്ളത്? വെർട്ടിക്കലാ ഹൊറിസോണ്ടലാ? വെർട്ടിക്കലായിട്ട് സെന്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 സൈഡിലും ഈക്വൽ ആണ് അല്ലേ? അതിൽ ഈക്വൽ ആയിട്ടൊരു ബാലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ആ പിക്ചറിന് എസ്തെറ്റിക്സ് ഉണ്ടോ? എസ്തെറ്റിക്സ് ഇൻ കളേഴ്സ്. രാജസ്ഥാനി കൾച്ചറിലുള്ള നമ്മളവിടെ രാജസ്ഥാനത്തെ ഏത് ഫോട്ടോസ് എടുത്താലും അതിലൊരു യെല്ലോ അല്ലെങ്കിൽ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള കളർ ഉണ്ടാവും. ആ കളർ കാണിക്കുന്ന അതുപോലെ തന്നെ അല്ലേ ഫീൽ ചെയ്തേ? ദെൻ ഇതിലൊരു ഇമോഷൻ ഉണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതിൽ ആദ്യത്തെ 3 സ്ത്രീകൾ തല താഴ്ത്തിരിക്കുക.
പിന്നത്തെ രണ്ട് സ്ത്രീകൾ എന്താ വളരെ വളരെ ഹാപ്പി ആയിട്ട് ചിരിക്കുന്നുണ്ട് അല്ലേ? ഒരേപോലെ കച്ചവടം ചെയ്യുന്ന 5 പേര്, ഒരേ സ്ഥലത്തിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന 5 പേരിൽ 3 പേര് സങ്കടപ്പെട്ടിരിക്കുന്നു, 2 പേര് ചിരിക്കുന്നു. എന്താ റീസൺ? നമ്മളവിടെ ക്യാപ്ചർ ചെയ്ത ഇമോഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും വന്നിട്ട് നമ്മൾ ഫ്രണ്ട്സായിട്ട് പോയതാണ്. അപ്പോൾ ഫ്രണ്ട്സ് വന്നിട്ട് ഇവരെ കയ്യിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങി. പക്ഷെ ഇവർ ആഭരണങ്ങൾ വാങ്ങിയപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കണ്ടത്, ഇപ്പോൾ ഇങ്ങനെ പോകുന്ന ഇടയ്ക്ക് ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ട് അത് ഇഷ്ടപ്പെട്ടത് വാങ്ങിപ്പോവില്ല. അപ്പോൾ ഈ വരുന്നവർ മൊത്തം എന്ത് ചെയ്തു? ഇവരെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു പോയി. ഇവരെ കയ്യിൽ നിന്ന് എന്താണ് സാധനങ്ങൾ വാങ്ങിച്ചു പോയി. അപ്പം തന്നെ അപ്പുറത്ത് പിറുപിറുക്കൽ തുടങ്ങി. ഈ നടുക്ക് നിൽക്കുന്ന ചേച്ചി പിറുപിറുക്കൽ തുടങ്ങി. മറ്റു രണ്ടാളും ഡള്ളായി. അങ്ങനെ ഇവരെന്താണ് ഈ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഞാൻ ഫോട്ടോ എടുക്കുന്നത് കണ്ട്. അവരെന്താ, നിങ്ങൾ അവരെ കയ്യിൽ നിന്നല്ലേ സാധനം വാങ്ങിച്ചേ, എന്നാൽ അവരെ ഫോട്ടോ എടുത്തോ. ആ ഒരു ഇമോഷൻ്റെ ഒരു കോൺട്രാസ്റ്റ് ആണ് ആക്ച്വലി ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഈ സ്ക്രീനിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല. അവർ ഓരോരുത്തരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും 2 എക്സ്ട്രീമിൽ കിടക്കുന്ന എക്സ്പ്രഷൻസ് ആണ്. നെക്സ്റ്റ്, ദ ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. നേരത്തെ പറഞ്ഞത് പോയിന്റ് തന്നെയാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളൊരു ഫോട്ടോഗ്രാഫ് എടുത്ത് അതിലൊരു സ്റ്റോറി ഇല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. നമ്മൾ എത്ര നല്ല ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടും കാര്യമില്ല, അതിലൂടെ നമുക്കൊരു സ്റ്റോറി പറയാനുണ്ടെങ്കിലേ അത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാരുടെ ഇടയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ 3 ഫോട്ടോ അല്ലേ, ആദ്യത്തെ ഒരു കുട്ടി, സോറി കേട്ടോ, ആദ്യത്തെ ഒരു കുട്ടി നിലത്ത് കിടക്കുന്നു, രണ്ടാമത്തത് ഒരു ഫാമിലി ഓഫ് മങ്കി ആൻഡ് ഒരു ഗേൾ. സോ ഇതിൽ നമുക്ക് ജസ്റ്റ് ഫസ്റ്റത്തെ പിക്ചർ എടുക്കാം അല്ലേ? ആ ഫസ്റ്റത്തെ പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഇമോഷൻ എന്താ? അതായത് ആ പിക്ചർ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താ? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ കഴിയും? ഫസ്റ്റത്തെ പിക്ചർ, അതിലെ സ്റ്റോറി എന്താ? എനിവൺ? പോവേട്ടിയാണോ? ഓക്കെ, അവർക്ക് മനസ്സിലായത് പോവർട്ടി. ഒരാള് നിലത്ത് കിടക്കുന്നു. ഞാൻ ഈ പിക്ചർ എടുക്കുന്നതിന്റെ മുമ്പുള്ള ഒരു ബിഹൈൻഡ് ദ ഫ്രെയിം, അതിന്റെ സ്റ്റോറി പറഞ്ഞുതരാം. നമ്മൾ ഉത്തർപ്രദേശിൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തി നമ്മൾ ഇറങ്ങി നടക്കുന്ന ടൈമിൽ അവിടെ ഒരു ഫാമിലി ഇരിക്കുന്നുണ്ട്. അവർ എന്തോ ഡിസ്കഷനിലാണ്. അവർക്ക് അതിലൊരു കൊച്ചു മോളുണ്ട്. അവിടെ മകൻ വളരെ സമാധാനത്തോടു കൂടി റെയിൽവേ സ്റ്റേഷനിലാണ്, ഓർക്കണം, അത്രയും ക്രൗഡുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പോർഷനിൽ അവർ കിടക്കുന്നു. അതിലൊരു ചെരുപ്പ് കാണാം. ആ ചെരുപ്പ് നിങ്ങൾക്ക് ആലോചിച്ചൂടെ? ഇത്രയും ടെക്നോളജീസ് ഉണ്ട്, നമുക്കൊരു ചെരുപ്പ് ഒരു ഇമേജിൽ നിന്ന് മായ്ച്ചു കളയാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. എന്തുകൊണ്ട് ഞാൻ ആ ചെരുപ്പ് അവിടെ ഇട്ടു? അതായത് അത് റിമൂവ് ചെയ്തില്ല, അത് അതിൻ്റെ ഒറിജിനൽ എസെൻസിൽ കീപ്പ് ചെയ്തു. ബിക്കോസ് ആളുകൾ നിലത്ത് ചവിട്ടി നടക്കുന്ന ഒരു നില, അതും ചെരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ചെരുപ്പ് കയ്യിലെടുക്കാറുണ്ടോ? ഇല്ല. അത്രയും നമ്മൾ വേസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചെരുപ്പിൻ്റെ അടുത്തൊരു കുട്ടി സുഖസുന്ദരമായി ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഒക്കെ എത്ര ഭാഗ്യവാന്മാരാന്നുള്ളൊരു തോട്ട് പറയാൻ ഈ ഫോട്ടോ കഴിഞ്ഞിരുന്നു. ഈ ഫോട്ടോ ഇട്ടതിന് ശേഷം കുറേ ആൾക്കാർ അങ്ങനത്തെ റെസ്പോണ്ട് തന്നിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇമ്പാക്റ്റ് ആവും ചിലപ്പോൾ ചില ഫോട്ടോസിന് ഉണ്ടാവാം. നമ്മൾ ചെറിയ കംപ്ലയിൻറ്റ്സ് പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സ് മാറും. അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു തോട്ട്. രണ്ടാമത്തെ ഫോട്ടോ ഫാമിലി ഓഫ് മങ്കീസ്. അവർ വളരെ ഹാപ്പിയാണ്, അച്ഛനും അമ്മയും ഒരു കുട്ടി അടങ്ങുന്ന ഒരു കൊച്ചു ഫാമിലി. ബട്ട് അവർ കുറച്ച് ഡിസ്റ്റർബ്ഡാ അല്ലേ? അവരുടെ മുഖത്ത് കുറച്ച് ഡിസ്റ്റർബ്ഡാ. അതിൻ്റെ റീസൺ ഈ ടൂറിസ്റ്റ് ആൾക്കാർ വന്നിട്ട് അവരിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള തിരക്കിലും അല്ലെങ്കിൽ അവർക്കൊരു അറ്റൻഷൻ കൊടുത്തപ്പോൾ അവർ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയതാണ്. മൂന്നാമത്തെ ഫോട്ടോ ഒരു ഗേളാണ്. അത് നമ്മൾ ഹിമാചലിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. അവിടെ ഒരു ഗേളിനെ മാത്രം കൊടുക്കാതെ അതിലൊരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കൈ കാണുന്നതാ. അതിൽ നമ്മൾ സ്വന്തം നമ്മളുടേതായിട്ടുള്ള ഒരു ഫുട് പ്രിന്റ് എല്ലാ ഫോട്ടോസിലും കീപ്പ് ചെയ്യാം. കാരണം ഒരു താജ്മഹലിന്റെ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പക്ഷെ നമ്മളുള്ള ഒരു താജ്മഹലിന്റെ ഫോട്ടോ നെറ്റിൽ നിന്ന് കിട്ടില്ല. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എലമെന്റോ നമ്മളുടേതായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിക് ടച്ച് എന്ത് ചെയ്യാം, ആ ഫോട്ടോഗ്രാഫിൽ കീപ്പ് ചെയ്യാം. നെക്സ്റ്റ്, എസെൻസ് ഓഫ് ഫ്രെയിമിങ്, നമ്മളുടെ രണ്ടാമത്തെ ടോപ്പിക്. എസെൻസ് ഓഫ് ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഫോട്ടോയും ഫ്രെയിം ചെയ്യണം. ഇപ്പം എത്രയും പറഞ്ഞു, നമുക്ക് നല്ലൊരു സ്റ്റോറി ലൈൻ വേണം, ഒരു നല്ലൊരു സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കണം എല്ലാ ഫോട്ടോസും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ഫ്രെയിമാണ് അല്ലേ, സ്ക്വയറിലല്ലേ പിക്ചേഴ്സ് ഉള്ളത്. ആ ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് നോക്കുമ്പോൾ നമുക്ക് അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടി. ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും എസെൻസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈൻ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മളതിൽ ഫസ്റ്റ് അതിൻ്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക. നമ്മളൊരു ലൈന് വരക്കുമ്പോൾ സ്കെയിൽ യൂസ് ചെയ്യൂലേ, എന്തിനാണ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്?
അത് വളഞ്ഞു പോകാതിരിക്കാൻ, അത് വിരകൾക്കിടയിലുള്ള വിറയിൽ ഒഴിവാക്കാൻ വേണ്ടി സ്കെയിൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു ഇമേജ് എടുത്ത് ക്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഇമേജ് ഒരു 3x3 ഗ്രിഡിൻ്റെ ഉള്ളിലായിട്ടാണ് ക്യാമറ അല്ലെങ്കിൽ നമ്മുടെ ഗാലറി സോഫ്റ്റ്വെയർ കാണിച്ചു തരാം. അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഏതൊരു ഫോട്ടോയും അതിലൊരു റെക്ടാങ്കിൾ പോർഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ വെർട്ടിക്കൽ ലൈനോ ഹൊറിസോണ്ടൽ ലൈനോ ആ ഫ്രെയിമിനോട് കറക്റ്റായിട്ട് വെക്കാൻ ശ്രമിക്കുക. കാരണം എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ബെസ്റ്റ് ഫോട്ടോസ് മാത്രം, നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ബെസ്റ്റ് ഫോട്ടോസിൻ്റെ ബെസ്റ്റ് എലമെന്റ്സ് മാത്രം. അപ്പോൾ അവർക്ക് ഏറ്റവും പ്രസന്റിങ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, നമ്മളത് ഫ്രെയിം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ടെക്നിക്സ് യൂസ് ചെയ്യും. അതിൽ ആദ്യത്തെ ടെക്നിക്സ് ആണ് ലീഡിങ് ലൈൻസ്. അങ്ങോട്ട് നോക്കും. ഇപ്പം എല്ലാവരും അങ്ങോട്ട് നോക്കി. അതിൻ്റെ റീസൺ എന്താ? ഞാൻ എൻ്റെ കൈ കൊണ്ട് അങ്ങോട്ട് ലീഡ് ചെയ്തു. എൻ്റെ കൈയാണ് ലീഡ് ചെയ്യുന്നത്, കൈയാണ് ഇവിടെ കാര്യം. നിങ്ങൾ ആ ഒരു കൈമൊക്കെ നോക്കിയില്ലല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി? അതിൻ്റെ സയൻറ്റിഫിക് സൈഡാണ് ലീഡിങ് ലൈൻ. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് എന്തെങ്കിലും നമ്മളെ ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേ നോക്കും. ഇപ്പം ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈയിൻ്റെ തുമ്പത്തേക്ക് നോക്കാതെ എങ്ങോട്ടാണോ പറഞ്ഞത്, എൻ്റെ കൈ എങ്ങോട്ടാണോ ലീഡ് ചെയ്തത് ആ പോർഷൻകാർക്ക് നോക്കുക. ഇത് ഞാൻ കൈ ഇങ്ങോട്ടായിരുന്നു, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോട്ടോഗ്രാഫ്സിൽ നമുക്ക് നമ്മൾ കാണാത്ത ലീഡിങ് ലൈൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വ്യൂവേഴ്സ് എന്താ, നമ്മൾ എന്തിലേക്കാണോ നോക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് തന്നെ നോക്കും. ഇപ്പോൾ ഇതിൽ ഈ ഒരു കടലിനെയും ആ ഒരു തിണ്ടിനെയും വേർതിരിക്കുന്ന ഒരു ലൈന്, ആ ലൈന് നേരെ പോയിട്ട് എവിടെയാണ്? ആ ബോട്ടിൻ്റെ പോർഷൻ. നമ്മളൊരു വ്യൂവർ ഇത് കാണുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച ആ ബോട്ടും അതിൻ്റെ ചുറ്റുപാടും കിടക്കുന്ന കിളികളും അവിടെയുള്ള മനുഷ്യനായിരിക്കും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ അൺയൂഷ്വൽ ആംഗിൾസ്. നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ആംഗിള്, വലിയ വലിയ ഫോട്ടോഗ്രാഫേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും പറയും ആംഗിൾ ഒന്ന് കറക്റ്റ് ചെയ്യും, ആംഗിൾ ഒന്ന് റെഡിയാക്കുക, അത് റെഡി അല്ല എന്നൊക്കെ പറയും. എന്താണ് ആക്ച്വലി ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എനിവൺ? നമ്മളൊരു ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ അതിൽ നമ്മൾക്കൊരു സബ്ജക്റ്റ് ഉണ്ടാവും. ആ സബ്ജക്റ്റിനാണ് നമ്മളൊരു കണ്ടന്റ് ഉണ്ടാവും. ആ കണ്ടന്റ് നമുക്ക് ഏത് സൈഡിൽ നിന്ന് നോക്കാം. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾക്ക് വണ്ടറിങ് ആയിട്ട് തോന്നുന്നൊരു കാര്യം, ഈ ഡ്രോൺ ഷോട്ട്സ് ഒക്കെ അല്ലേ, ഡ്രോൺ ഷോട്ട്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ നമുക്ക് ഫീൽ ചെയ്യാനുള്ള റീസൺ എന്താ അറിയോ? നമുക്കാർക്കും പറക്കാൻ കഴിയില്ല. മുകളിൽ നിന്ന് പറന്നുകൊണ്ട് എങ്ങനെ ഈ നാട് എന്നുള്ളത് നമ്മളാരും കണ്ടിട്ടില്ല. നല്ലൊരു പാഡി ഫീൽഡ് ആവട്ടെ, നല്ലൊരു മൗണ്ടൻസ് ആയിക്കോട്ടെ, മുകളിൽ നിന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണാത്ത ഒരു ആംഗിളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് അറിയാത്തൊരു അനുഭൂതി എന്തുണ്ടാവും, ആ ഫോട്ടോ നമുക്ക് കിട്ടും. അതൊരു കീ എലമെന്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അൺയൂഷ്വൽ ആംഗിൾസ്. നമ്മൾ നോർമൽ അല്ലാത്ത ആംഗിൾസ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം. ഇപ്പോൾ ഇയാളുടെ ഫോട്ടോ എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. അതിൻ്റെ റീസൺ, നമ്മളൊരു കൊച്ചു കുട്ടി കാണുന്ന ഒരു വലിയ ലോകം ഉണ്ട്. ആ ലോകം എങ്ങനെയായിരിക്കും? ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഇയാൾ ആഭരണങ്ങൾ വിൽക്കുമ്പോൾ അവിടെ കുറേ കൊച്ചു കൊച്ചു കുട്ടികൾ വന്നിട്ട് ആഭരണങ്ങൾ വാങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കുട്ടി വന്നിട്ട് കാണുന്ന ഒരു ആകാംക്ഷയോട് കൂടി കുറേ വളകളും ആഭരണങ്ങളും ഒക്കെ എവിടുന്ന് കാണുന്നു? ഈ താഴത്തെ പോർഷനിൽ നിന്ന് മുകളിലോട്ട് കാണുന്ന ഒരു ആംഗിൾ. ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് ആ ഫോട്ടോ ശ്രദ്ധിക്കപ്പെടും. നെക്സ്റ്റ് ആയിട്ടുള്ളത് ഫ്രെയിമിങ്. നല്ലൊരു ഫോട്ടോ നമുക്ക് നമ്മളുടെ ഒരു വാളിൽ തൂക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കൊണ്ടുപോയിട്ട് അത് ഫ്രെയിം ചെയ്യും. എന്തിനാണ് ഫ്രെയിം ചെയ്യുന്നത്? ആക്ച്വലി ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്താ അറിയോ? നമ്മളൊരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ആൾക്കാർ കാണും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ടച്ച് ഉണ്ടാവും. ആ ടച്ചിൽ നമ്മൾ കൺവേ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയല്ലേ കൺവേ ആവുന്നത് എന്നുള്ളതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? നമുക്കാണ്. അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെവൽക്ക് അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രെയിം ചെയ്യാം. നമ്മൾ നാച്ചുറലിൽ കാണുന്ന കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടിൽ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം? ഫോട്ടോഗ്രാഫ്സ് ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ 2 മരങ്ങൾ ഉണ്ടെങ്കിൽ ആ മരങ്ങളുടെ ഇടയിലൂടെ ഒരു ബിൽഡിംഗ് എടുത്താലോ, അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രെയിംസ് എന്ത് ചെയ്യുക? ചൂസ് ചെയ്യാം. ഒരുപാട് കോമൺ ആയിട്ട് പോകരുത്. കുറേ മരങ്ങളുടെ ഇടയിൽ നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക് കാര്യം എന്താ അറിയോ? നമ്മളൊരു നല്ല ഫോട്ടോ എടുക്കണം എന്ന് പോയിട്ട് പ്രിപ്പയർ ചെയ്ത് ഞാൻ ഇങ്ങനെ എടുക്കുക, ഞാൻ ലീഡിങ് ലൈനാണ് യൂസ് ചെയ്യുന്നത്, ഞാനൊരു അൺയൂഷ്വൽ ആംഗിളാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യമേ ഇല്ല. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീണ് കിട്ടുന്ന മൊമെന്റ്സ് ആണ് എപ്പോഴും നല്ല ഫോട്ടോഗ്രാഫ്. ഈ എല്ലാ ഫോട്ടോഗ്രാഫ്സും ഞാൻ പ്രിപ്പയർ ചെയ്ത് നിന്നിട്ട് അയാളോട് കൈ കെട്ടി നിൽക്കണം, മുകളിലേക്ക് നോക്കണം, ഞാൻ താഴ്ത്തുന്ന ഒരു കൊച്ചു കുട്ടീൻ്റെ പോലെ ഫോട്ടോ എടുക്കാൻ നിൽക്കുക എന്നുള്ള കാര്യം അയാളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ കാണുന്നത് എന്തോ ആ മൊമെന്റിൽ. ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു മാസ്റ്റർ ക്ലാസ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെല്ലാ പോയിന്റ്സും നോട്ട് ചെയ്ത് നിങ്ങളുടെ മനസ്സിലത് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളത് ആകാംക്ഷയോടുകൂടി കേട്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ വൺസ് ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുന്ന ടൈമിൽ അറിയാതെ, അല്ലെങ്കിൽ നിങ്ങളെടുത്ത് നിങ്ങളുടെ നല്ല ഫോട്ടോഗ്രാഫ്സ് നോക്ക്, ഇതിൽ പറയുന്ന എല്ലാ എലമെന്റ്സും അതിലുണ്ടാവും. നെക്സ്റ്റ്, ഈ ഫ്രെയിമിങ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ബാക്കി ഒരു 3 പോയിന്റ്സ് കൂടെ ഉണ്ട്. ഒരു 3 പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തു. ബാക്കി ഒരു 3 പോയിന്റ്സിൽ
ഫ്രെയിമിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോമ്പോസിഷൻ. എന്താണ് കോമ്പോസിഷൻ? നമ്മളെ വീട്ടിൽ നല്ലൊരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നല്ലൊരു ടീപ്പോയി ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ വർക്ക് കഴിഞ്ഞ സമയത്ത് ആ ടേബിളിൽ ചെന്നിട്ട് ആ ടീപ്പോയി അറേഞ്ച് ചെയ്ത് വെക്കും. ബുക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബുക്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും. നമ്മുടെ മനുഷ്യന്മാരുടെ പ്രത്യേകത, നമുക്ക് കണ്ണിന് കാണാൻ താല്പര്യമുള്ള കാര്യങ്ങൾ എപ്പോഴും ഭയങ്കര അടക്കവും ഒതുക്കമുള്ള കാര്യങ്ങളാവും. നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി, ഒരു വേസ്റ്റ് കൂട്ടിയിട്ട് ഒരു കൂമ്പാരം. ആ വേസ്റ്റ് കൂട്ടിയിട്ട കൂമ്പാരം നിങ്ങൾ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അങ്ങോട്ട് നോക്കുമോ? ഇല്ല, നമ്മൾ കണ്ണ് മാറ്റും. അവിടെ എന്ത് ടൈപ്പ് ഓഫ് വേസ്റ്റ് ഉണ്ടായിരുന്നത്, അത് എങ്ങനെയാണ് കീപ്പ് ചെയ്തത്, അത് റെക്ടാങ്കിൾ ആയിട്ടാണോ അത് ട്രയാങ്കിൾ ആയിട്ടാണോ നിൽക്കണത്, അതൊന്നും നമ്മളെ മനസ്സിലുണ്ടാവില്ല. നമ്മളെ മനസ്സിലെന്താ? ഇറ്റ്സ് വേസ്റ്റ്. സോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആർക്കും കൊടുക്കാതെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കോമ്പോസിഷൻ ഉണ്ടാക്കിയെടുക്കുക. ഒരുപാട് ഓൾ ടുഗദർ ആയിട്ടുള്ള ഒരു 4-5 കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ നല്ലൊരു കോമ്പോസിഷൻ കിട്ടും. ആ നല്ലൊരു കോമ്പോസിഷനിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ അവിടെ എന്ത് ചെയ്യും? ജനിക്കും. അതിൽ ബാക്കിയുള്ള 3 പോയിന്റ്സ് പറയാം. അതിൽ ഫിൽ ദ ഫ്രെയിം. ഈ ഫിൽ ദ ഫ്രെയിം എന്നുള്ള ടെക്നിക്ക് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാറോ? നമ്മളെ കയ്യിലൊരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റിൻ്റെ ടെക്സ്ചർ ലെവൽ, ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ ടച്ചിങ് എക്സ്പീരിയൻസ്, ആ ഒരു ലെവലിലേക്ക് നമുക്കിത് ഡീറ്റെയിൽ ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെരി 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 ക്ലോസപ്പ് ആയിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഫ്രെയിം ഫില്ല് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഇത് ഗുരുവായൂരിന് എടുത്ത ഫോട്ടോ ആണ്, ഫസ്റ്റത്തെ ഫോട്ടോ. നമ്മൾ ഗുരുവായൂർ ആനത്താരയിൽ ചെന്നു, നമ്മൾ കുറേ ആനകളെ കണ്ടു. അപ്പോൾ ആരെങ്കിലും ആനയെ ഇത്ര അടുത്തുനിന്ന് കണ്ടിട്ടുണ്ടാവും, കണ്ട ആളുകളുണ്ടാവും. മേ ബി നമ്മൾ കാണാത്തൊരു കാര്യമാണ് ആനയുടെ ടെക്സ്ചർ എങ്ങനെയാണ്. നമ്മൾ കാണുന്ന ഒരു കറുത്ത ആനയുടെ ടെക്സ്ചർ എങ്ങനെയാണ്? ആ ടെക്സ്ചറിൽ അതിൻ്റെ ആനയുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ പോർഷൻസും, അതായത് എല്ലാ ടെക്സ്ചേഴ്സും കവർ ചെയ്യുന്നൊരു ഇമേജാണ് ആക്ച്വലി അത്. ആനയുടെ കണ്ണുണ്ട്, തുമ്പിക്കൈൻ്റെ പോർഷൻ ഉണ്ട്, കൊമ്പിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ചില ഫ്രെയിംസ് എന്ത് ചെയ്യാണ്? അതിലേക്ക് വേണ്ടി ലിമിറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു എസെൻസ് പോയിന്റിക്ക് വേണ്ടി ലിമിറ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. അത് ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പോൾ അതിലെന്തുണ്ടാവും? അതിലൊരു ആർട്ടിസ്റ്റിക് എലമെന്റ് ഉണ്ടാവും. അടുത്ത കാര്യം സിമെട്രി. സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസിൻ്റെ ഒരു പോർഷനാണ്. നമ്മൾ എയ്തർ വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ ഒരു ഫോട്ടോനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്ത്? സിമെട്രി. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സെയിം നേരത്തെ എക്സാമ്പിൾ തന്നെയാണ്. എന്നെ സെൻറ്ററിലൂടെ കട്ട് ചെയ്തു. ആ സെൻറ്ററിലൂടെ കട്ട് ചെയ്യുമ്പോൾ ഈ കയ്യിൽ മൈക്കുണ്ട്, ഈ കയ്യിൽ എന്താ? മൈക്കില്ല. ഇത് സിമെട്രിക്കലാണോ? അല്ല. ഈ 2 കയ്യിലും മൈക്കുണ്ടെങ്കിൽ ആക്ച്വലി അത് എന്തായി? സിമെട്രിക്കൽ ആയി. അതിനെന്താണ്? ഒരു ബാലൻസും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിലൊരു ഇൻട്രസ്റ്റിംഗ് എലമെന്റ് നമുക്ക് എന്ത് ചെയ്യും? ആ ഫോട്ടോഗ്രാഫിൽ നിന്ന് ഫീൽ ചെയ്യും. ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി. എല്ലാ കഥയിലും, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, എല്ലാ കഥയിലും കഥാപാത്രങ്ങളുണ്ട്. നമ്മൾ ആ കഥാപാത്രങ്ങളെ എത്ര ഭംഗിയിൽ പോർട്രേ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഫോട്ടോഗ്രാഫ്സിൻ്റെ എന്ത് സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് നമ്മളുടെ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് നമ്മളുടെ വ്യൂവേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ഇതിൽ നിങ്ങൾ നോക്കിയാൽ 4 ഡിഫറെൻറ്റ് ഫോട്ടോഗ്രാഫ്സ്. ആ രണ്ടാമത്തെ ഫോട്ടോ എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? രണ്ടാമത്തെ ഫോട്ടോ ഓർക്കുന്നുണ്ടോ? എവിടെയായിരുന്നു? ആ റെയിൽവേ സ്റ്റേഷനിൽ എടുത്ത ഫോട്ടോ. അതിൻ്റെ ഒരു സൂം ഔട്ട് ഉള്ള വേർഷനാണിത്. ഇതിലും ഇത് പറഞ്ഞ പോലെ ഈ ഒരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി സ്ട്രഗിൾസ് ഉണ്ട്. അതായത് നമ്മളെല്ലാവരും നമ്മളുടെ സെൽഫ് സ്പേസിൽ എന്തായിരിക്കണം? ഹാപ്പി ആയിരിക്കണം. ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ഈ ഫോട്ടോക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ വളരെ ഇമോഷണൽ ആയിട്ടൊക്കെ റിപ്ലൈ തന്നിരുന്നു. ഒന്നാമത്തെ ഫോട്ടോ ജയ്സൽമീർ സ്ട്രീറ്റിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു ബാലൻ. അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് നോക്കിട്ടോ, മനസ്സിലാവുണ്ടോ നോക്കേ. അവൻ ആരോ തെരഞ്ഞുകൊണ്ട് നടക്കുക. നമ്മളിപ്പോൾ 2 പേര് ചേർന്നൊരു സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ ഒരാളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ആ തെരഞ്ഞു നടക്കുന്ന ടൈമിൽ നമുക്കുണ്ടാവുന്നൊരു വേവലാതിയും ആദിയും ആ നടത്തത്തിൻ്റെ ടോണേ മാറും. ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ നടക്കുന്ന പോലെയാണോ പുറത്തുകൂടി നടക്കുക? അല്ല. നമുക്ക് അതിൻ്റെ എന്താണ് ഒരു പൾസും അതിൻ്റെ ഒരു മോഡുലേഷൻ എന്താണ് അതിൽ ഈ സ്റ്റോറിയിൽ പോർട്രേ. എൻ്റെ ക്യാരക്ടർ ആരാ? ആ ബോയ് ആണ്. ആ ബോയിൻ്റെ ഇമോഷൻസ് ഇവിടെ കൺവേ ചെയ്യാൻ കഴിഞ്ഞോ? ഓക്കെ. ദെൻ രണ്ടാമത്തെ ഫോട്ടോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മൂന്നാമത്തെ ഫോട്ടോ, നമ്മളെല്ലാവരും കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പണ്ട് പാടശേഖരങ്ങളൊക്കെ ഒരുപാട് കണ്ടിരുന്നു, പാടത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ അറിയോന്നറിയില്ല. നമ്മൾ പാടം വിത്ത് പാകിയതിന് ശേഷം ഇടയ്ക്കൊരു മഴ വരാണ്ട്. ആ മഴ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാടം ഫുള്ള് മൂടിപ്പോവും. പാടം മൂടിപ്പോയി കഴിഞ്ഞാൽ അതിന് എത്ര വരെ ഈ തോടും പാടം ഒന്നാവുന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയും. അപ്പോൾ ഈ ഒരു ഒന്നാവണ ലെവലിൽ ആ കർഷകനുണ്ടാവുന്ന പെയിൻ ഉണ്ട്. ആക്ച്വലി എല്ലാം ഞാറ് തിരിച്ച് നട്ട് കുത്തിന് ശേഷം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മൊത്തം നമ്മളൊരു ഫ്ലഡ് വന്ന അവസ്ഥ. അവരുടെ ഒരു മനസ്സിൽ അവരുടെ ഒരു ഫ്ലഡാണ് ആക്ച്വലി. അവരുടെ ഒരു കൃഷിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് പറയുമ്പോൾ. അപ്പോൾ അയാള് രാവിലെ എണീറ്റിട്ട്, അയാള് കുറെ വട്ടം നടന്നിട്ടുണ്ടോ? അത് ആദ്യമായിട്ട് വരുവാണോ?
കുറേ വട്ടം നടന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് വരികയാണോ? ആദ്യമായിട്ട് വരിക. എങ്ങനെ മനസ്സിലായി? ആ ചെളി കണ്ടാൽ മനസ്സിലാവും. അതാണ് നമ്മുടെ ക്യാരക്ടർ കൺവേ ചെയ്യുന്ന ഇമോഷൻസ്, ക്യാരക്ടറിന്റെ സ്റ്റോറി പറയാതെ തന്നെ ഒരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യണം, നമുക്കത് മനസ്സിലാവണം. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ രാവിലെ നടന്നു വരികയാണ്. ഇത് ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി നിന്ന ബാൽക്കണിയിൽ നിന്ന ടൈമിൽ ഇയാൾ രാവിലെയാണ്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലും നല്ല മൊമെന്റ് ഉണ്ടാവുമെന്ന്. പ്രതീക്ഷിച്ച പോലെ തന്നെ അയാൾ നടന്നു വന്നു. കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കറക്റ്റ് സിമെട്രിക്കലായിട്ട് എൻ്റെ ക്യാമറ പ്ലേസ് ചെയ്തു, ക്ലിക്ക് ചെയ്തു. അയാളുടെ ഒരു പാത്ത് വരെ നമുക്ക് എന്ത് ചെയ്തു, ഒരു ലൈനായിട്ട് ഒരു പൊയറ്റിക്, ഒരു ഹാർമണി ഉള്ള ഒരു സ്റ്റോറി ആയിട്ട് അവിടെ കിട്ടും. നാലാമത്തെ ഫോട്ടോ ഒരു അൺയൂഷ്വൽ ആംഗിളിൽ എടുത്ത ഫോട്ടോ ആണ്. ഒരു ബലൂൺ കച്ചവടക്കാരൻ്റെ ഫോട്ടോ. അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആംഗിളിൽ കീപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ ക്യാരക്ടറിന് ഒരു സ്റ്റോറി ഉണ്ടായി. അയാൾ ബലൂൺ കച്ചവടക്കാരനാണ്, അയാൾ ഹാപ്പിയാണ്. അയാളുടെ ഫേസ് ഇതിൽ എത്രത്തോളം ക്ലിയർ എന്നറിയില്ല, വളരെ സ്മൈലായിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ ഫോക്കസ് എങ്ങോട്ടാണ് പോയത്? ഫസ്റ്റ് ആളിലേക്കാണോ ബലൂണിലേക്കാണോ? ബലൂൺ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, അത് ഇതിൻ്റെ കൂടെ പറയാം. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ചില എലമെന്റ്സ് ഉണ്ട്. റെഡ് കളർ, അതായത് കോൺട്രാസ്റ്റ് എന്ന് പറയും. നമ്മളൊരു പ്ലെയിൻ ആയിട്ടുള്ള വാളിൽ ഏതെങ്കിലും ഒരു മൂലക്ക് ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കറക്റ്റായിട്ട് കാണും, ഇല്ലേ? ആ ഒരു കാര്യം. അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ കുറച്ചൊരു ഇങ്ക് സ്പ്ലാഷ് ആയി കഴിഞ്ഞാൽ എന്ത് കറക്റ്റ് കാണും. അതിൻ്റെ റീസൺ ആണ് വൈറ്റിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ബ്ലൂവിൽ റെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും കോൺട്രാസ്റ്റാണ്. നേരെ വിപരീതം നിൽക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. എല്ലാവരും മനുഷ്യന്മാരല്ലേ? നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മുടെ ഫോട്ടോ കാണുന്നവർ മനുഷ്യന്മാരാണ്, നമ്മളുടെ സ്റ്റോറി കേൾക്കുന്ന ആൾക്കാർ വരാം നമ്മളെപ്പോലത്തെ ആൾക്കാർ തന്നെ. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ കൺവേ ചെയ്യാം. അപ്പോൾ ദ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സ്റ്റോറിയിലുള്ള ക്യാരക്ടേഴ്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുക, അത് നമ്മുടെ ഫ്രെയിമിലാക്കുക. അപ്പോൾ അതിനെന്താണ്, ഒരു ഹാർമണി ഉണ്ടാവും. എമേർജിങ് ടെക്നോളജി ഉമർ സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് ആരുണ്ടോ ഇവിടെ? ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയെന്ന് ഉമർ സാർ അത്രയും നമ്മുടെ ഒരുപാട് മുന്നേ തന്നെ AI എന്ന് പറഞ്ഞ് പഠിപ്പിച്ച കാര്യം ഇപ്പോൾ അത് ഒന്നുകൂടെ പ്രാക്ടിക്കലായിട്ടാണ്. നമ്മളൊരു നല്ല ഫോട്ടോ എടുത്ത് അതിൽ പെട്ടെന്ന് ഒരാൾ മുന്നിൽ ചാടി, അയാളെ നമുക്ക് ആ ഫോട്ടോയിൽ വേണ്ട. നമ്മളെപ്പോഴും ഫോട്ടോ എടുക്കുമ്പോണ്ടല്ലോ എല്ലാവർക്കും പറഞ്ഞ മിസ്റ്റേക്കാണ്, നമ്മൾ ആരെയാണോ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ സബ്ജക്റ്റ് എന്താ, ആ സബ്ജക്റ്റിന് എന്ത് ചെയ്യുക, അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലെങ്കിൽ എന്താ, നമ്മളെ വ്യൂവേഴ്സ് അവരെ ശ്രദ്ധിക്കൂല. നിങ്ങൾ നല്ലൊരു ഫോട്ടോ എടുത്ത് അതിൻ്റെ പിന്നിൽ ഒരു കുട്ടി കളിക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ എടുക്കാൻ നോക്കുക, കുട്ടി കളിക്കാൻ നോക്കും. നിങ്ങൾ മേ ബി നല്ലൊരു ഡ്രസ്സ് ഇട്ട് വന്ന് നിൽക്കുന്ന ഫോട്ടോ എടുക്കുകയാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇമോഷൻ അവിടെ കൺവേ ആവും. അത് രണ്ടും എന്താവും, നടക്കില്ല. അപ്പോൾ പറഞ്ഞു വന്നത് എമർജിങ് ടെക്നോളജീസ് ബേസിക്കലി നമ്മളൊരു ബേസിക്കായിട്ട് ഞാൻ പറയാം, ജെന്യൂനായിട്ട് പറയാം, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ലാസ്റ്റ് തരാം. ജെന്യൂനായിട്ട് പറയാം, നമ്മൾ അഡോബിൻ്റെ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാൻ നല്ല ടാസ്ക്കാണ് അല്ലേ? പക്ഷേ ലൈറ്റ് റൂം എന്താണ്, നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് വേണ്ട എല്ലാ എലമെൻറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്ത് ലൈറ്റ് റൂം റിലീസ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് റൂം ഈസ് വെരി ഈസി ടു യൂസ്. അപ്പോൾ ലൈറ്റ് റൂം മാത്രം മതി നമുക്കൊരു നല്ലൊരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ. ബാക്കി സോഫ്റ്റ്വെയർസ് അവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ആണെങ്കിൽ അത് ഒരു വളരെ ബേസ് ലെവലിലാണ്. PC യൂസ് ചെയ്യുന്ന ആൾക്കാർ ഡാവിഞ്ചി റിസോൾവ് ഒക്കെ ആണെങ്കിൽ വീഡിയോ ഒന്നുകൂടി വൃത്തിക്ക് എഡിറ്റ് ചെയ്യാം. പിന്നെ ലാപ്പിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നവർ നമ്മൾ ലാപ്പിൻ്റെ കളർ ആക്യുറസി നോക്കുക. കാരണം മെജോറിറ്റി ഒരു പെർഫെക്റ്റ് കളർ വരുന്നത് ഏതിലാണ്, അമലോഡ് സ്ക്രീൻസിലാണ്. അമലോഡ് സ്ക്രീൻസിലല്ല എഡിറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈറ്റായിട്ടൊരു യെല്ലോ കയറ്റി കൊടുത്തു, കാണുന്ന ആൾക്കാർക്ക് നല്ല യെല്ലോ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് AI കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്ന് നമുക്ക് ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു AI ഞാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് അഡോബിൻ്റെ ഫയർഫ്ലൈ ആവും. അഡോബിൻ്റെ ഫയർഫ്ലൈ നിങ്ങളൊരു നല്ല ഫോട്ടോ എടുത്ത് ഒരു വെഡിങ്ങിന് ഒരു നല്ല ഫോട്ടോ നിങ്ങൾ ഒരാൾ ഹയർ ചെയ്തതാണ്, നിങ്ങൾ നല്ലൊരു ഫ്രെയിം ചൂസ് ചെയ്ത് നല്ലൊരു ഫോട്ടോ എടുത്ത് പെട്ടെന്നാണ് വെള്ളം കൊടുക്കാൻ പോയ ഒരാളെ ഗ്ലാസ് അവിടെ കൈ ഇങ്ങനെ നിൽക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഫയർഫ്ലൈറ്റ് പോയിട്ട് അതൊന്ന് മാസ്ക് ചെയ്തിട്ട് റിമൂവ് അടിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് തരും. അത് യൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടുതൽ പറയാനുള്ള കാര്യം, നെവർ മാനിപ്പുലേറ്റ് എ ഫോട്ടോ. ഒരു ഫോട്ടോ അതിൻ്റെ നമ്മളുടെ ഒരു എത്തിക്സ് ഉണ്ട്. ആസ് എ ഫോട്ടോഗ്രാഫർ എല്ലാവർക്കും വേണ്ട ഒരു എത്തിക്സ് ഉണ്ട്. നമ്മൾ മിസ്ലീഡിങ് ആയിട്ടുള്ള മിസ്ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കരുത്. പിന്നെ അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യം, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, കയ്യിലൊരു ബലൂൺ ഉള്ളത് എഡിറ്റ് ചെയ്തിട്ട് എന്താക്കാം, കേക്ക് ആക്കാം. അതിൻ്റെ ഒരു വലിയൊരു പോസിബിലിറ്റിയും അതുപോലെ തന്നെ വലിയൊരു നെഗറ്റിവിറ്റി അവിടെ ഉണ്ട്. നമ്മളെല്ലാവരും റെസ്പോൺസിബിൾ ആണ് ആ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ. ഇപ്പോൾ AI യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമ്മളുടെ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യുക. ഇപ്പോൾ നല്ലൊരു ഫോട്ടോ ആണെങ്കിലും അതിൻ്റെ ഒരു ജെന്യൂനിറ്റി നഷ്ടപ്പെടുത്താതിരിക്കുക. എത്ര നല്ല ഫോട്ടോ ആണെങ്കിലും നമ്മൾ അതിലൊരു മാനിപ്പുലേഷൻ വരുത്തിയിട്ട് ഇപ്പോൾ ഇല്ലാത്ത ഒരു ആളെ കൊടുന്ന് വെച്ചാൽ ആ ഫസ്റ്റ് ഫോട്ടോ ഓർമ്മ ഉണ്ടോ, നമ്മളെ കവർ പേജിലത്തെ ഫോട്ടോ? ആ ഫോട്ടോ ഞാൻ ഒരിക്കലും എനിക്ക് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് അവിടെ ഒരു റൗണ്ട് വരച്ചിട്ട് ഇവിടെ ഒരു കുതിരനെ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആഡ് ഹോഴ്സ് ഇൻ ദ ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ ആക്യുറേറ്റ് സ്കെയിലിൽ ഒരു ഹോഴ്സിനെ ആഡ് ചെയ്യാനുള്ള ടെക്നോളജി ഇപ്പോൾ അവൈലബിളാണ്.
അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അത് ഇതിൻ്റെ എത്തിക്സിന് തീരെ യോജിച്ചതല്ല, മോശമാണ്. നെവർ ഡു ദാറ്റ്. ചെയ്യാം, എങ്ങനെ നമ്മൾ നല്ലൊരു ഫോട്ടോ എടുത്തു, അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും കയറി വന്നാൽ അത് റിമൂവ് ചെയ്യാനോ അങ്ങനത്തെ ചെയ്യാം. നമ്മൾ ഒരുപാട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ജെന്യൂനിറ്റി നഷ്ടപ്പെടരുത്. ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു സക്സസ് ആവുള്ളൂ. നിങ്ങളൊരു താൽക്കാലികമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ജെന്യൂൻ ഇല്ലാത്തൊരു ഫോട്ടോ സക്സസ് ആയാലും മേ ബി അത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവും. സോ കീപ് ദ എത്തിക്സ്. രണ്ടാമത്തെ കാര്യം, ലോകപ്രശസ്തമായ ഒരു ഫോട്ടോഗ്രാഫർ ഒരു കഴുകൻ ഒരു വിശന്ന് വലഞ്ഞൊരു കുട്ടിയെ ഫോട്ടോ എടുത്ത് ഒരു കഥ കേട്ടിട്ടുണ്ടാവും. ആ ഫോട്ടോഗ്രാഫർ ആ ഫോട്ടോ എടുത്ത് അത് പബ്ലിഷ് ചെയ്ത് അയാൾ ഭയങ്കര വൈറലായി. ആ ഫോട്ടോഗ്രാഫർ അങ്ങനെ അതിൽ ആൾക്കാർ ചോദിച്ചു, നിനക്ക് ആ കുട്ടിയെ രക്ഷിച്ചുകൂടാനില്ലേ, എന്തിനാ ഫോട്ടോ എടുത്തത്? സോ അവിടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണം. ആക്ച്വലി ഏതൊരു ഫ്രെയിം ക്യാപ്ചർ ചെയ്യുമ്പോഴും നമ്മുടെ ക്യാരക്ടേഴ്സിനെ ഒരു വിധത്തിലും നോവിക്കാൻ മനസ്സാ വാച നമ്മൾ ചെയ്തു പോകരുത്. അത് നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു ടൈമാണ് ഫോട്ടോ എടുക്കുമ്പോൾ. മേ ബി നല്ല ഇൻട്രസ്റ്റിംഗ് ഫ്രെയിം ആയിരിക്കും, നല്ല രസത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നെവർ പോസ്റ്റ്. അത് നിങ്ങളുടെ ഒപ്പം കീപ്പ് ചെയ്യുക, അത് ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു ഫോട്ടോഗ്രാഫർ എന്നിട്ട് ഇതിൽ റിഗ്രറ്റ് അടിച്ചിട്ട് ആളെന്ത് ചെയ്യും, ആത്മഹത്യ ചെയ്തു. അപ്പോൾ മേ ബി നമ്മൾ പറയും അവിടെ ഒരു വിശപ്പിൻ്റെ കാഠിന്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫോട്ടോ എടുത്തതെന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് നേരെ നെഗറ്റീവ് സൈഡാവും. അപ്പോൾ അത് സൂക്ഷിക്കാം. പിന്നെ വേറൊരു കാര്യം, അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഒരു കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിലത്ത് കടന്നുറങ്ങണത് നിങ്ങൾ ഈ ഫോട്ടോ എടുത്തില്ലേ, എന്ത് അങ്ങനെ ഇട്ടു വെച്ചു? അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് ഇറ്റ്സ് എ നോർമൽ തിങ്. രണ്ടാമത്തെ കാര്യം, ആ കുട്ടി വളരെ ഹാപ്പി ആയിട്ട് കടന്നുറങ്ങണം. ആ കുട്ടി ഒരുപാട് സങ്കടപ്പെട്ട് കാര്യമൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടിലല്ലോ കിടക്കുന്നത്. ആ കുട്ടി ഹാപ്പിയാണ്. അക്കോർഡിംഗ് ടു നമ്മൾ ഒരാൾ ഹാപ്പിനെസ് എന്നുള്ളത് അയാളുടെ ചോയ്സാണ്. ആ കുട്ടീൻ്റെ ഹാപ്പിനെസ് ആ കുട്ടിയുടെ ചോയ്സാണ്. പിന്നെ ആ കുട്ടി കിടക്കുന്നത് അവിടെ ഒരു പബ്ലിക് സ്പേസിലാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഫോട്ടോയിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അവിടെ പെർമിഷൻ വാങ്ങുക, അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു എത്തിക്സ് നമുക്ക് ഒരു ലെവൽ വരെ എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു 7-8 ഇയേഴ്സായി ഫോട്ടോഗ്രാഫി ഫീൽഡിൽ. സോ നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ചൊരു കോറായിട്ടുള്ള 6 ടിപ്സാണ്. എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് എല്ലാവരെയും. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്തെങ്കിലും പറയാം കേട്ടോ. ഓക്കെ, നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ നമ്മൾ എല്ലാ ഫോട്ടോഗ്രാഫിൻ്റെയും അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ് കൺവേ ആവണമെന്നുണ്ടെങ്കിൽ 3 പോയിന്റ് പറഞ്ഞു. A, B and C. എസ്തെറ്റിക്, പിന്നെന്തായിരുന്നു? B എന്തായിരുന്നു? ബാലൻസ്. C എന്തായിരുന്നു? കണ്ടന്റ്. ഈ 3 ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിന് ഈ ഒരു 3 കാര്യങ്ങൾ അടുത്തൊരു 3 കാര്യങ്ങളുണ്ട്. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഫോട്ടോ ഏതൊരു ബിഗിനർ ലെവൽക്കും പെട്ടെന്ന് നല്ലൊരു ഫോട്ടോ ചെയ്യാൻ പറ്റും. ഒരു മൊമെന്റ് വന്നു, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ തിങ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കണ്ടു, അത് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യണം. അത് ക്യാപ്ചർ ചെയ്യാൻ എന്താ, ഏത് രീതിക്ക് നിങ്ങളത് അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒന്നും അറിയില്ല, നിങ്ങൾ ഫുൾ ബ്ലാങ്ക് ആണെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ കൊടുത്താൽ മതി. ആംഗിൾ, ലൈറ്റിംഗ് ആൻഡ് സബ്ജക്റ്റ്. ആദ്യം ക്യാമറ വെക്കുക, എവിടെ വെക്കണം തീരുമാനിക്കുക. ലൈറ്റ് ഉണ്ടോ, നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റിൻ്റെ മുഖത്ത് ലൈറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. പിന്നെന്താ മൂന്നാമത്തെ കാര്യം എന്താ സബ്ജക്റ്റ്. നമ്മളെ സബ്ജക്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സബ്ജക്റ്റിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ഒരു ഫ്രെയിമിൽ കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളുടെ ആ ഒരു മീനിങ് എന്ത് ചെയ്യുക, ക്യാപ്ചർ ചെയ്യില്ല. ഇതിൽ ഒന്നാമത്തെ ഫോട്ടോ പിർപ്പാഞ്ചൽ റേഞ്ച് ഓഫ് ഹിമാലയസ് എന്ന് എടുത്ത ഫോട്ടോ ആണ്. അത് ഞാൻ തന്നെയാണ് കിടക്കുന്നത്. ആക്ച്വലി അതിൻ്റെ പിന്നിൽ ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് കിടക്കുന്നു തോന്നും. സംഭവം, ഞാൻ കൂട്ടത്തിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ട് എനിക്ക് നടക്കാൻ വയ്ക്കാതായി. ഒപ്പമുള്ളവരൊക്കെ അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോയി. ഞാൻ പ്രകൃതി ആസ്വദിച്ച് നമുക്ക് കുറച്ച് നല്ല ഫ്രെയിംസ് ആണല്ലോ, ഫോട്ടോഗ്രാഫ്സ് ആണല്ലോ. അപ്പോൾ നമ്മൾ നല്ലൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എൻജോയ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നോക്കുന്നത് നല്ലൊരു ഫ്രെയിം അവിടെ കിട്ടും. അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ കാണുന്ന ഫ്രെയിംസിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഏതാ. അങ്ങനെ ഫോട്ടോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ലോ ആംഗിളിൽ ഞാൻ ആ ക്യാമറ വെച്ചു. ആക്ച്വലി നമ്മളൊരു ഹൈ ആംഗിളിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവില്ല. ഒരു ലോ ആംഗിളിൽ ക്യാമറ വെച്ചിട്ട് ക്യാപ്ചർ ചെയ്ത ഒരു ഫോട്ടോ ആണ് അത്. സെൽഫ് ടൈമർ വെച്ചെടുത്ത ഫോട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ആ കംപ്ലീറ്റ് പിർപ്പാഞ്ചൽ റേഞ്ചും അതിൻ്റെ ഒരു ഗ്രീനിഷ് ബ്യൂട്ടിയും. വിൻ്റർ ടൈമിലല്ല പോയത്, അതുകൊണ്ടാണ്. വിൻ്റർ ടൈമാണെങ്കിൽ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് വൈറ്റ് ആവും. സോ അതായിരുന്നു ആ ഫോട്ടോ. രണ്ടാമത്തത് ലൈറ്റിംഗ്, നല്ലൊരു ലൈറ്റിംഗ് കൊടുക്കുക. ഇതൊരു ഗോൾഡൻ ഹവർ ലൈറ്റിംഗിൽ ചെയ്താണ്. മൂന്നാമത്തെ സബ്ജക്റ്റ്. അവിടെ ആ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡോറിൻ്റെ ഇടയിലൂടെയുള്ള ഒരു വിഷ്വൽ ഫോട്ടോ എടുത്തത്. നമ്മുടെ വേൾഡിൽ മിനിമലിസം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടും. എന്തിഷ്ടപ്പെടാത്ത ആൾക്കാർക്കും എല്ലാം ഒരു മിനിമലായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ബ്യൂട്ടി ഉണ്ട്. ഇപ്പോൾ ഇതിൽ 3 ഫോട്ടോസിലും ഞാൻ ഇതിൻ്റെ ഒരു 3x3 പോർഷൻസ് എന്താണ് 3x3 അത് പറയാം. ഒരു ഡിവൈഡ് ചെയ്തിട്ട് 2 പോർഷൻ ഫുള്ള് ബ്ലാങ്ക് ആയിട്ട്, അത് 3:2 1:2 കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പകുതി സബ്ജക്റ്റും ഒരു പകുതി ബ്ലാങ്ക് എന്നുള്ള രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്
നമ്മൾ വാൾപേപ്പേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഫോട്ടോസ് ആക്ച്വലി അങ്ങനത്തെ ഒരു മിനിമൽ ആയിട്ടുള്ള ഫോട്ടോസാണ്, നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ റിമെമ്പർ ദ റൂൾസ് ഫോർ കോമ്പോസിഷൻ കുറേ റൂൾസ് ഉണ്ട്. നമ്മൾ പേപ്പറിൽ വരക്കുകയാണെങ്കിൽ എന്ത് വെക്കും സ്കെയിൽ വെക്കും. അതുപോലെ നമ്മൾ വെർച്വലി ആയിട്ട് വെക്കുന്ന സ്കെയിൽസിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റൂൾ ഓഫ് തേർഡ്. നമ്മൾ ഫ്രെയിമിനെ 3x3 ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്യുമ്പോൾ വരുന്ന 4 പോയിന്റ്സ് ഉണ്ട്. നമ്മളൊരു ഫോട്ടോയിൽ നമ്മളുടെ സബ്ജക്റ്റിന് ആ 4 പോയിന്റ്സിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അവിടേക്ക് നോക്കും. അതുപോലെയുള്ള കുറേ ടെക്നോളജീസാണ് നമ്മൾ റൂൾസ് ഓഫ് കോമ്പോസിഷൻസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും. ശ്രദ്ധിക്കുക, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫോട്ടോസ് ചെയ്യാൻ താല്പര്യമുള്ളത് ശ്രദ്ധിക്കുക. ഒരു ചീത്തപ്പേരാണ്, എവിടെ കണ്ടാലും ഫോട്ടോ എടുത്ത് നടക്കും, എവിടെ എന്ത് ചെയ്താലും ഫോട്ടോ എടുത്തുകൊണ്ട് എപ്പോഴും കയ്യിൽ ക്യാമറ. അങ്ങനത്തെ പഴികളൊക്കെ ഒരുപാട് കേട്ടിരുന്നു 7 വർഷം മുന്നേ. അവരാരും ഇപ്പോൾ ഒന്നും പറയലില്ല, അവരിപ്പോൾ റിപ്ലൈ തരും നല്ല ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അതൊരു പരിഹാസമായിട്ട് കാണരുത്, അതൊരു മോട്ടിവേഷനായിട്ട് എടുക്കുക. നമ്മൾ ചെന്ന സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക, അതിലേറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിം ക്യാപ്ചർ ചെയ്യുക. ഇത് പൂണ്ടിന്ന് എടുത്ത ഫോട്ടോ ആണ്. DJI Osmo Pocket എന്ന് പറഞ്ഞ ചെറിയൊരു ക്യാമറയിൽ 15,000 റേറ്റുള്ള ക്യാമറയിൽ എടുത്ത ഫോട്ടോ. നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ക്യാമറ. ആക്ച്വലി ഈ ഫോട്ടോ ഇത് നിങ്ങളൊരു നല്ല ഡിസ്പ്ലേയിൽ കാണുകയാണെങ്കിൽ മനസ്സിലാവും അവിടുന്ന് എത്രത്തോളം വിസിബിൾ ആണെന്നറിയില്ല. ഈ ഫോട്ടോ 2021 Oppo F17 Pro എന്ന് പറഞ്ഞ ഒരു 15,000 രൂപ മാത്രം വിലയുള്ള ഒരു സ്മാർട്ട് ഫോണിലെടുത്ത ഫോട്ടോ ആണ്. സ്റ്റാറി നൈറ്റ്, നമ്മൾ നൈറ്റിൻ്റെ സ്റ്റാർസ് ടൈമർ വെച്ചിട്ട് എടുത്ത ഫോട്ടോ ആണ്. അത് എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അതിൻ്റെ ക്ലാരിറ്റി അതുപോലെ കളേഴ്സൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തപ്പോൾ നമുക്ക് നല്ലൊരു ഔട്ട് കിട്ടിയിരുന്നത് ഓപ്പോയിൽ എടുത്ത ഫോട്ടോ ആണ്. അത് 2021 അന്ന് ക്യാമറ ടെക്നോളജീസ് ഒന്നും ഇത്ര ആയിട്ടില്ല. ദെൻ നെക്സ്റ്റ്, പ്രാക്ടീസ് ഈസ് ദ കീ, ഡെഡിക്കേഷൻ ഈസ് ദ പാത്ത്. പ്രാക്ടീസ് എല്ലാവരും പറയും. നമ്മളൊരു ഫീൽഡിൽ എന്തെങ്കിലും 2 അവാർഡ് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റാറ്റസ് ഉണ്ടാവും, എൻ്റെ പ്രാക്ടീസാണ് എന്നെ ഇവിടെ എത്തിച്ചത്. സത്യസന്ധമായ കാര്യമാണ്. ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. 7 വർഷത്തോളമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു വെന്യൂവിൽ നമ്മൾ നിൽക്കാൻ പ്രാപ്തനായത്. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലേ നമുക്കതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. അതിലൊരു മടിയും കാണിക്കരുത്. നമ്മളുടെ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, ആ ഒരു മൊമെൻ്റ് എത്തന്നെ ചെയ്യും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫോട്ടോ മോശമാണ് അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല, മൈൻഡ് മാറ്റിയിട്ട് നല്ലൊരു ഫോട്ടോ എന്ത് ചെയ്യുക, ക്യാപ്ചർ ചെയ്യുക, അത് കീപ്പ് ചെയ്യുക. നിങ്ങളിപ്പോൾ സെയിം സ്ഥലത്ത് തന്നെ അടുത്ത തവണ പോകുമ്പോൾ എന്ത് ചെയ്യാം, ഇത് താജ്മഹലിന് എടുത്ത ഫോട്ടോ, കംപ്ലീറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കിയിട്ട് നല്ലൊരു ബാലൻസ് ഉള്ള ഫോട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വെൻ യു ആർ നോട്ട് റെഡി, ലൈഫ് കമ്പോസസ് ദ പെർഫെക്റ്റ് ഫ്രെയിം. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള നല്ല എല്ലാ ഫോട്ടോസും അത് ഞാൻ പ്രതീക്ഷിക്കാതെ വീണ് കിട്ടിയ മൊമെൻറ്റ്സാണ്. അതായത് LP സ്കൂളിൽ ഫുഡ് കൊടുക്കുന്ന ടൈമിൽ ഞാൻ വരാന്തയിലൂടെ നടക്കുമ്പോൾ എടുത്തൊരു ഫോട്ടോ ആണിത്. അതായത് ഏറ്റവും ചെറിയ ക്ലാസ് കുട്ടികൾക്ക് ഫുഡ് കൊടുത്തിട്ട് വലിയ ക്ലാസ് കുട്ടികൾക്ക് കൊടുക്കുള്ളൂ. അത് അവർക്കിടയിലുള്ള ഒരു വേർതിരിവല്ല, അത് ഒരു തിരക്കൊഴിവാക്കാൻ വേണ്ടി ടീച്ചേഴ്സ് ചെയ്യുന്നതാണ്. ഇവൻ 3ാം ക്ലാസ്സിലാണ്. ഇവൻ്റെ മുഖത്തേക്ക് നോക്കി ആ എക്സ്പ്രഷൻ എനിക്ക് കറക്റ്റ് വായിച്ചിട്ട് വരും, നല്ല വിശപ്പുണ്ട്, എനിക്ക് ചോറ് തിന്നാൻ പാത്രവും കയ്യിലുണ്ട്, ചോറ് തന്നിട്ടില്ല. ഈ ഒരു ഇമോഷൻ കിട്ടിയത് ജസ്റ്റ് വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ കണ്ടു, എടുത്തു. ആ ക്യാപ്ചർ ചെയ്ത ഫോട്ടോക്കാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത്. നെക്സ്റ്റ്, സോ ഒരിക്കലും 30 മിനിറ്റ്സിൽ ഫോട്ടോഗ്രാഫിൻ്റെ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കഴിയില്ല. അതിൻ്റെ കോറായിട്ടുള്ള എസെൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നുമില്ലെങ്കിൽ ഒരു 3 കാര്യങ്ങളെങ്കിലും ഓർക്കാതെ ഇവിടുന്ന് ആരും പോകില്ല. ABC, എസ്തെറ്റിക്സ്, എന്താ പിന്നെ വേറെ 3 കാര്യങ്ങൾ പറയുന്നത്, ആംഗിൾ, ലൈറ്റിംഗ് ആൻഡ് സബ്ജക്ട്. എനിക്ക് ഉറപ്പാണ് ഇവിടെ എല്ലാവരും കണ്ണടക്കാതെ നോക്കിയിരിക്കുന്നത് ഇവന് ഫോട്ടോഗ്രാഫി സെഷൻ എന്ന് വേണ്ടി എന്താ ഇവിടെ വന്ന് പറയാൻ പോകുന്നത്. ആക്ച്വലി ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ എസെൻസ് ആണ്. ഇതിൻ്റെ പിന്നുള്ള ഹാർഡ് വർക്കിംഗ് ആൻഡ് അതിൻ്റെ ഒരു ബാക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു ഹൈസ്കൂൾ പഠിക്കുന്ന ടൈമിലൊക്കെ തുടങ്ങിയ പരിപാടിയാണ്. അന്നൊക്കെ എല്ലാവരും കളിയാക്കും, ഒരു ഫോട്ടോ ഒരു ക്യാമറ എടുത്ത് നടക്കുക, ഫോട്ടോ നടക്കാറുണ്ട് കളിയാക്കും. പക്ഷെ അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് വന്ന് തുടങ്ങുമ്പോൾ എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ്, എത്ര ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് ഇവിടെ? എത്ര ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്? ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ എത്ര ഉണ്ട്? ഒരു ഫോട്ടോ എങ്കിലും. ഓക്കെ. നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഇമോഷൻസ് അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഇത് ആക്ച്വലി പറഞ്ഞു പഠിക്കേണ്ട കാര്യങ്ങളല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. യെസ്, പ്രാക്ടീസ് ഈസ് ദ കീ, ഡെഡിക്കേഷൻ ഈസ് ദ പാത്ത്. അത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഈ ഫോട്ടോസ് ഇപ്പോൾ ഞാൻ കുറേ ഫോട്ടോസ് കാണിച്ചു, അതൊക്കെ എടുക്കാൻ ഏതൊക്കെ ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഒരാൾ പറഞ്ഞോ, അവർക്ക് വിളിച്ചു പറഞ്ഞോ ഏതൊക്കെ ക്യാമറ? ജസ്റ്റ് ക്യാമറയുടെ നെയിം പറഞ്ഞാലും മതി. പറ. സോണി, പിന്നെ പറ ടൈമില്ല, വേഗം പറ. ഐഫോൺ, പിന്നെ വേറെ ഏതെങ്കിലും ക്യാമറ ഫോട്ടോസിൽ കണ്ടോ? ഓപ്പോ, പറഞ്ഞിരുന്നല്ലോ ഓപ്പോ. സോ ഇതിൽ 99% ഫോട്ടോസും ഐഫോണിൽ എടുത്ത ഫോട്ടോസാണ്.
നോ സോണി ഫോട്ടോസ്, എല്ലാം ഐഫോണിൽ മാത്രം ക്യാപ്ചർ ചെയ്ത ഫോട്ടോസാണ്. ഇത് എന്താ എല്ലാവരും ഇങ്ങനെ മിഴിച്ച് നോക്കിക്കുന്നത്? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഡിവൈസ് ബട്ട് ആൾവേസ് ജസ്റ്റ് അബൌട്ട് എ ഡിവൈസ്. നമ്മൾ നല്ല ക്യാമറ ആണെങ്കിൽ നല്ല ഫോട്ടോ കിട്ടും, പക്ഷെ നല്ല ഫോട്ടോ കിട്ടണമെങ്കിൽ എന്താണ്, നല്ല ക്യാമറ ആവണമെന്നില്ല. സോ ആസ് എ ഫോട്ടോഗ്രാഫർ എനിക്ക് സ്വന്തമായിട്ട് ആക്ച്വലി ക്യാമറ ഇല്ല, ബട്ട് ഞാൻ റെൻ്റൽസിന് എടുത്തിട്ടാണ് ക്യാമറൻ്റെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് ആക്ച്വലി ഞാൻ ഐഫോൺ യൂസർ അല്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഐഫോണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിലും വലിയ മോട്ടിവേഷൻ എനിക്ക് തരാനില്ല. സോ താങ്ക് യു ഓൾ. ഇനി ലാസ്റ്റ് ഒരു കാര്യം പറയാം. ഇതിൽ ഇത്രയും പറഞ്ഞതിൽ ഞാൻ പറഞ്ഞു ദ സ്റ്റോറി ടെല്ലിങ്, അതിൻ്റെ നമ്മൾ ക്യാരക്ടേഴ്സ്, സ്റ്റോറി ടെല്ലിങ് ഈസ് ദ എവറിത്തിങ് ഓഫ് ദ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു ഞാൻ, അല്ലേ? ഇതിൽ എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ഫോട്ടോ ആണ് ഈ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത്. അതെൻ്റെ പാരൻസിൻ്റെ ഫോട്ടോ ആണ്. അത്രയും ഹാപ്പി ആയിട്ടുള്ള അവരുടെ മൊമെൻറ്റ്സിൽ നിന്ന് ഞാൻ എടുത്ത ആ ഫോട്ടോ ആണ് എൻ്റെ ഏറ്റവും പേഴ്സണലി ഫേവറേറ്റ്. മേ ബി അതിൽ ബാലൻസ് ഉണ്ടാവില്ല, മേ ബി അതിൽ സിമെട്രി ഉണ്ടാവില്ല, ബട്ട് അതിലെ ക്യാരക്ടേഴ്സ് വെൽ ഡിഫൈൻഡ് ആയിരുന്നു, അതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് വെൽ ഡിഫൈൻഡ് ആയിരുന്നു. ആ ഫോട്ടോഗ്രാഫി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് വരാനുള്ള റീസൺ അതാണ്. സോ താങ്ക് യു സോ മച്ച്. ഇത്രയും ശ്രദ്ധിച്ച് ഇതിൽ ക്ലാസ്സിൽ കേട്ടതിലും ഒരുപാട് സന്തോഷം. നമ്മളെ കാണാൻ കഴിഞ്ഞു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞു. എൻ്റെ ഫോട്ടോ ഗാലറി ആക്ച്വലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഓരോ ഫോട്ടോ ഇടുമ്പോഴും ഇത് നല്ലതല്ല, ഇതിനെക്കാളും നല്ലത് കിട്ടുമ്പോൾ പോസ്റ്റ് ചെയ്യാന്നുള്ള രീതിക്ക് പോയി ഇതെല്ലാം എൻ്റെ സ്റ്റോറീസിൽ FT ബാസിം എന്നാണ് എൻ്റെ അക്കൗണ്ടിൻ്റെ പേര്, FT ബാസിം. ഇതിൽ എല്ലാതും ഞാൻ എന്ത് ചെയ്തു, ഹൈലൈറ്റ്സിൽ കീപ്പ് ചെയ്ത്, ഹൈലൈറ്റ്സിൽ ഇപ്പോൾ എനിക്ക് വലിയൊരു ഗാലറി ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഇങ്ങോട്ട് മാറ്റും, ഗ്രിഡ്ക്ക് മാറ്റും. അതിനുള്ള പ്രിപ്പറേഷനിലാണ്, ഒരു നല്ല പ്രിപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ID കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം കുറേ ആൾക്കാർ ഒരു സ്റ്റാർട്ടിങ് ട്രബിളിൽ നിൽക്കുന്ന ആൾക്കാരാവും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോ, എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യും. ഇതിൽ നിങ്ങളൊരു ഡെഡിക്കേഷനും നിങ്ങളുടെ ഒരു പാഷനും കീപ്പ് ചെയ്യുക, നല്ല ഫ്രെയിംസ് എടുക്കുക, നല്ല സ്റ്റോറി ടെല്ലേഴ്സ് ആവുക. താങ്ക് യു സോ മച്ച്. താങ്കളുടെ ഫോട്ടോഗ്രാഫിയെ പോലെ മനോഹരമായൊരു സെഷൻസ് ഇവിടെ തന്നതിന് വളരെ താങ്ക്സ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹൃദ്യമായൊരു സെഷൻ. ഈ ഫോട്ടോഗ്രാഫി കുറച്ച് ടെക്നിക്കൽ കാര്യം കൂടിയാണെങ്കിലും അത് വളരെ ഒരു കവിത പോലെ വിനിമയം ചെയ്ത് ആശയവിനിമയം നടത്തിയതിന് വളരെയധികം നന്ദി. താങ്ക്സ്.